ഹായ് കൂട്ടുകാരെ, അങ്കിൾ ടോം ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വാളരിപ്പയറാണ്. കണ്ടോ, വാളരിപ്പയറുണ്ടായി കിടക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ. അതിന് പന്തലൊക്കെ ഇട്ട് കൊടുത്ത് ഒത്തിരി പയറുണ്ടാവും അതിനകത്ത്. നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കെയർ ചെയ്താൽ മതി, ഒത്തിരി പയറുണ്ടാകും. അത് വളരെ ടേസ്റ്റുമാണ്. നമുക്ക് തോരൻ വയ്ക്കാനും അതുപോലെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുവാനൊക്കെ വളരെ നല്ലതാണ്. വളരെ ടേസ്റ്റുമാണ്, അതുപോലെ വളരെ ഹെൽത്തിയുമാണ്. അതിനകത്തുനിന്ന് കുറച്ച് വാളരിപ്പയർ വെച്ച് നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പയിലേക്ക് വെച്ചു. ഗ്യാസ് കത്തിച്ചു. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു 1/2 സ്പൂൺ കടുക് നമുക്ക് ഇട്ട് കൊടുക്കുക. അതിനകത്തേക്ക് കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ വാളമരയ്ക്ക പയർ അല്ലെങ്കിൽ വാളരിപ്പയർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ കഷ്ണം ഉരുളക്കിഴങ്ങും കൂടി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. പിന്നീട് അതിൽ ഒരു സവോള അരിഞ്ഞതും കൂടി ചേർത്തു. ഇങ്ങനെ എല്ലാം കൂടി ഒന്നിച്ച് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് കുറച്ച് വാളരിപ്പയർ ഇച്ചിരി കട്ടിയുള്ള, അതിന് ഇച്ചിരി വേവുണ്ട്. അതിനായിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. വളരെ ടേസ്റ്റിയാണ് ഈ വാളരിപ്പയറിൻ്റെ തോരനും മെഴുക്ക് പുരട്ടിയൊക്കെ. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഉരുളക്കിഴങ്ങ് കൂടി ഇടുമ്പോൾ ഒരു ടേസ്റ്റാണ് അതിന്. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഒരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ പയറും കിഴങ്ങും ഒക്കെ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു തണ്ട് വേപ്പില അതിട്ട് കൊടുക്കാം. ഇനി അതിനകത്തേക്കുള്ള മസാല നമുക്കിട്ട് കൊടുക്കാം. അതിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഇനി അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അരപ്പെല്ലാം ആ പയറിൽ പിടിക്കുവാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം. അരപ്പെല്ലാം അതിനകത്ത് പിടിക്കട്ടെ. ഒരു 4-5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മളുടെ വാളരിപ്പയർ മെഴുക്ക് പുരട്ടി റെഡിയായി. വെള്ളമൊക്കെ പറ്റി അത് റെഡിയായിട്ടുണ്ട്. കണ്ടോ,
വാളരിപ്പയർ തോരൻ വളരെ ടേസ്റ്റിയാണ്, അതുപോലെ വളരെ ഹെൽത്തിയാണ്. കണ്ടോ, വാളരിപ്പയർ തോരനാണിത്, ഞാൻ ഉണ്ടാക്കിയ തോരനാണ്. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.